വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു വീഡിയോ ആണ്, ഒരു സ്കിൻ കെയറിൻ്റെ വീഡിയോ ആണ്. എന്ന് പറഞ്ഞാൽ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് 30+ ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ സ്കിന്നൊക്കെ കെയർ ചെയ്യുന്നവർ കുറച്ചുകൂടെ നല്ല രീതിയിൽ സ്കിന്നൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 30+ ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ചുളിവ് വരാനും കുറേ പിഗ്മെൻറ്റേഷൻ, ഓപ്പൺ പോട്ട്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ. ഒരു 30+ ഒരു 30 അങ്ങനെ ആകുമ്പോഴത്തേക്ക് ചെറിയ രീതിയിൽ പക്ഷെ നമ്മൾ എന്താ ചെയ്യുക, വിസിബിൾ ആകുമ്പോഴത്തേക്കും മാത്രമായിരിക്കും അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നത്. അയ്യോ ചുളിവ് വന്നല്ലോ എന്ന്. പക്ഷെ അതിനെക്കാളും നല്ലത് നമ്മൾ കുറച്ചും കൂടി നല്ല രീതിയിൽ സ്കിൻ ഇരിക്കാൻ വേണ്ടിയിട്ട് ചുളിവ് വരുന്നതിന് മുന്നേ, ചുളിവുകൾ, കാര്യങ്ങൾ, പിഗ്മെൻറ്റേഷൻ അങ്ങനെയൊക്കെ വരുന്നതിന് മുന്നേ നമ്മുടെ സ്കിന്നൊന്ന് കെയർ ചെയ്യാം കേട്ടോ. കെയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വളരെ തുച്ഛമായ കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ സ്കിന്ന് നല്ല പ്ലംബി നല്ലൊരു സ്കിന്നായിട്ടിരിക്കും കേട്ടോ. എൻ്റെ സ്കിൻ എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നാണ് കേട്ടോ. സ്കിൻ കെയർ ചെയ്തില്ലെങ്കിൽ അപ്പോൾ പോവും. അങ്ങനത്തെ സ്കിന്നാണ് എൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക്. കാരണം ചില സമയത്ത് ഞാൻ വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് അയ്യോ എന്നെ കണ്ടത് എന്ത് കോലോ എന്നൊക്കെ ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. എന്നെ കാണുമ്പോൾ തന്നെ ചില സമയത്ത് ഇങ്ങനെ നോക്കുമ്പോൾ മേക്കപ്പ് ഇട്ടില്ലെങ്കിലും നല്ല സ്കിന്നൊക്കെ നല്ല ഗ്ലോയി ആയിട്ടിരിക്കും കേട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് ഞാൻ നന്നായിട്ടിരിക്കുന്നത്. എൻ്റെ സ്കിന്ന് കെയർ ചെയ്തില്ലെങ്കിൽ അപ്പോഴും വല്ലാണ്ട് മോശമായി പോകുന്ന സ്കിന്നാണ് കേട്ടോ എൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്കൊരു 1-2 സ്റ്റെപ്പ്. ആ 2 സ്റ്റെപ്പ് തന്നെ പ്രത്യേകിച്ച് ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങളൊരു ഡെയിലി റൊട്ടീനിൽ നിങ്ങളിത് ഇൻക്ലൂഡ് ചെയ്താൽ, അതായത് മോർണിംഗ് ഓർ ഈവനിങ് സ്കിൻ കെയറിൽ ഇതൊന്ന് ഇൻക്ലൂഡ് ചെയ്താൽ നിങ്ങളുടെ സ്കിന്ന് നല്ല ബെസ്റ്റായിട്ട് നല്ല ബെറ്റർ ആയിട്ടിരിക്കും കേട്ടോ. മുന്നേ ഇരുന്നതിനെക്കാട്ടും ഞാൻ അതിൻ്റെ ഒരു വീഡിയോ പറയാൻ പോകുന്നത്. ഒരു പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം. ഒരു ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ പെട്ടെന്ന് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്കിൻ കെയറോ ബാക്കി കാര്യങ്ങളോ ഫേസ് ഒന്ന് വാഷ് ചെയ്യുന്നതിന് മുന്നേ, അതായത് ഫേസ് വാഷ് ചെയ്യുന്നതിന് മുന്നേ ഇതൊരു ഡെയിലി റൊട്ടീനായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ ഒരു 1 മന്ത്, ഏകദേശം ഒരു 1 മന്തിനകത്ത് വെച്ചിട്ട് തന്നെ നിങ്ങളുടെ സ്കിന്നിൽ നല്ലൊരു ചേഞ്ച് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ചെയ്ത് തുടങ്ങാം. ഒരു ക്ലെൻസിങ് പോലെയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ പാല്, നമ്മുടെ ശുദ്ധമായ പശുവും പാൽ എടുക്കുക. നിങ്ങൾ ഫേസ് ഒന്ന് വാഷ് ചെയ്യുന്നതിന് മുന്നേ കേട്ടോ ഇത് ചെയ്യേണ്ടത്. പശുവും പാൽ എടുക്കുക, ഒരു കോട്ടൺ പാഡിൽ മുക്കുക. നമുക്ക് ഫേസ് ഫുള്ളും ഇത് വെച്ചിട്ടൊന്ന് റബ്ബ് ചെയ്യാം കേട്ടോ. ഫേസ് ഫുള്ളും ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ മിൽക്കാണ്. മിൽക്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, മിൽക്കിൽ നല്ലൊരു ബ്ലീച്ചിങ് ഏജൻറ്റ് കൂടെയാണ് കേട്ടോ. നമ്മുടെ പശുവും പാലെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബ്ലീച്ചിങ് ഏജൻറ്റ് കൂടിയിട്ടാണ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു അത്യാവശ്യം പിഗ്മെൻറ്റേഷൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സ്കിന്നൊന്ന് ബ്രൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മിൽക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഫുള്ളും അണ്ടർ ഐയിലും എല്ലായിടത്തും നമുക്ക് ഇട്ട് കൊടുക്കാം. പ്രത്യേകിച്ച് നമുക്ക് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തവർക്ക് കേട്ടോ. ചിലർക്ക് മിൽക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് സ്കിന്നിൽ ചിലപ്പോൾ അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ഇല്ലാത്തവരുടെ കാര്യം പറയുന്നത്. കാരണം നമ്മൾ എത്ര ഫേസ് വാഷ് ചെയ്താലും മിൽക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കാണ് സ്കിന്നിൽ എത്ര കഴിക്കുന്ന പറഞ്ഞാൽ കുറേ അഴുക്ക് നമുക്ക് ഫേസിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്ത് നന്നായിട്ടൊരു ബ്രൈറ്റ് ഉണ്ടാക്കാൻ, നമ്മളെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് മിൽക്ക് നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുവേ. അപ്പോൾ നമ്മുടെ ഈ പാല് വെച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല, വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ കാശ് മുടക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ സാധാരണ ഒന്നും പറയാറില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാശ് മുടക്കിയിട്ടുള്ളതൊന്നും. അപ്പോൾ നമുക്ക് ഈ മിൽക്ക് വെച്ചിട്ട് എനിക്ക് ചെറിയൊരു വയ്യാകയൊക്കെ ഉണ്ട് കേട്ടോ. സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ പാല് ഞാനിത് ഒരു 1 മന്തായിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. നമുക്ക് ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം മേക്കപ്പ് ഒന്നും ഇല്ലാതെ പോയാൽ സ്കിന്നൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. നല്ല ബ്രൈറ്റ് നമുക്ക് തന്നെ അറിയാൻ പറ്റും സ്കിന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാല് വെച്ചിട്ട് കുടിക്കുകയും ചെയ്യുന്നു. ഫേസ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. പാല് വെച്ചിട്ട് തന്നെ സ്കിന്നൊന്ന് വൈപ്പ് ചെയ്ത് എടുത്തു കേട്ടോ. വൈപ്പ് ചെയ്ത് ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം അടുത്തെടുക്കാന്ന് പറഞ്ഞാൽ ചൂടുവെള്ളമാണ്. ഇത് ചൂടുവെള്ളമാണ്. നല്ല ഓവറായിട്ട് തിളച്ച വെള്ളമൊന്നും വാരി ഒഴിക്കരുതേ, സ്കിന്ന് പൊള്ളിപ്പോവും. വെള്ളമാണ്, ചൂടുവെള്ളം കുറച്ച് എടുക്കുക. നമ്മുടെ സ്കിന്നിൽ കൊള്ളാൻ പറ്റുന്ന രീതിയിലൊരു ചൂടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം എടുക്കുക. ചെറിയ ചൂട് കേട്ടോ. ചെറിയ ചൂട് വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് വൈപ്പ് ചെയ്തെടുക്കുക. നമ്മൾ പാൽ വെച്ചിട്ട് ക്ലെൻസ് ചെയ്തത് നമുക്ക് ചെറിയ ചൂടുവെള്ളം തൊട്ടിട്ട് തന്നെ വൈപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ആകും കേട്ടോ. നമ്മുടെ ഈ മൂക്കിൻ്റെ ഏരിയയിലൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് സ്കിൻ കെയർ തുടങ്ങുന്നതിന് മുന്നേ, നിങ്ങളുടെ മോർണിംഗ് സ്കിൻ കെയർ ഓർ നൈറ്റ് സ്കിൻ കെയർ തുടങ്ങുന്നതിന് മുന്നേ ഇത് ചെയ്ത് കൊടുക്കുക കേട്ടോ.
ഓക്കെ, ഞാൻ ചൂടുവെള്ളം വെച്ചിട്ട് വൈപ്പ് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സ്റ്റെപ്പ്. ഇതോട് കൂടിയിട്ട് കഴിഞ്ഞു. അപ്പോൾ അടുത്തെടുക്കാന്ന് പറഞ്ഞാൽ ഹണി, നമ്മുടെ ശുദ്ധമായിട്ടുള്ള കുറച്ച് ഹണി എടുക്കുക കേട്ടോ. കുറച്ച് ഹണി മതി, നല്ല ഹണി എടുക്കുക. എടുക്കുമ്പോഴത്തേക്ക് നല്ല ഹണി എടുക്കുക. ഹണി എടുത്തിട്ട് നമുക്ക് ഫേസ് ഫുള്ള് ഒന്ന് വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്ന് പറഞ്ഞാൽ ഹണി വെച്ചിട്ട് ഫേസ് ഫുള്ളും ഒന്ന് അപ്ലൈ ചെയ്യുക. ഇത് വെച്ചിട്ട് അതിനെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഹണി വെച്ചിട്ട് ഫേസൊക്കെ നന്നായിട്ടൊന്ന് മസാജ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5 to 6 മിനിറ്റ് വെക്കുക. വെച്ചതിന് ശേഷം വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം ഒരു മൈൽഡായിട്ടുള്ള ഫേസ് വാഷ്, എപ്പോഴും ഉപയോഗിക്കുമ്പോഴത്തേക്കും മൈൽഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പയർപ്പൊടി കാര്യങ്ങൾ നിങ്ങൾ എന്ത് ഫേസ് വാഷാണോ യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് നന്നായിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്ത ശേഷം നിങ്ങളുടെ സ്കിൻ കെയർ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കുക കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഡെയിലി ഇതൊരു പ്രോസസ്സിങ് ആയിട്ട് ഡെയിലി ഒരു പ്രോസസ്സായിട്ട് നിങ്ങൾ ചെയ്ത് പോകുമ്പോൾ സ്കിന്നിന് നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് തന്നെ ചേഞ്ച് നന്നായിട്ട് മനസ്സിലാകും കേട്ടോ. സ്കിന്നിലുണ്ടാകുന്ന ചേഞ്ചസ്, ആൻറ്റി ഏജിങ്, ചുളിവുകളൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓപ്പൺ പോർട്സ് ബാക്കി എല്ലാം ഒന്ന് നന്നായിട്ട് കുറയും കേട്ടോ. സ്കിന്നൊക്കെ അത്യാവശ്യം നല്ല പ്ലംബി സ്കിന്നായിട്ടിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് പറയാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.